സമകാലികത്തിന്റെ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണവുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതായത് നവംബർ മാസത്തിലെ ഭക്ഷ്യക്കിറ്റ് വിതരണത്തിന്റെ തീയതി സംസ്ഥാന സർക്കാർ അറിയിച്ചിരുന്നു. എന്നാൽ ഒക്ടോബർ മാസത്തിൽ തന്നെ കിറ്റ് ലഭിക്കാത്ത നിരവധി ജനങ്ങൾ 3-4 തവണ റേഷൻ കടകളിലെത്തി മടങ്ങുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഏതായാലും നവംബർ മാസത്തിലെ സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണം റേഷൻ കടകളിലൂടെ ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ മഞ്ഞ കളർ റേഷൻ കാർഡ് ഉടമകൾക്കാണ് വിതരണം ചെയ്യുന്നത്. പിന്നീട് പിങ്ക് കളർ റേഷൻ കാർഡ് ഉടമകൾക്ക്, അതായത് ഇന്ന് മുതൽ 23-ാം തീയതി മുതൽ 27-ാം തീയതി വരെ റേഷൻ കടകളിലൂടെ പിങ്ക് കളർ റേഷൻ കാർഡ് ഉടമകൾക്ക് സൗജന്യ ഭക്ഷ്യക്കിറ്റ് വാങ്ങാൻ സാധിക്കുമെന്ന് കേരള സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നവംബർ മാസത്തിൽ APL വിഭാഗത്തിന്റെ സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണം നവംബർ 28-ാം തീയതിക്ക് ശേഷം മാത്രമായിരിക്കും ഉണ്ടാവുക. എന്നാൽ റേഷൻ കാർഡ് ഉടമകൾക്ക് നവംബർ മാസത്തെ സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണത്തെക്കുറിച്ച് സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപനം വന്നിട്ടുണ്ട് എങ്കിലും ഒക്ടോബർ മാസത്തിലെ വിതരണം പാതി വഴിയിൽ പോലും എത്തിയിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ആകെയുള്ള 88 ലക്ഷത്തോളം വരുന്ന കാർഡ് ഉടമകൾക്ക് പകുതി പോലും ഒക്ടോബറിലെ സൗജന്യ ഭക്ഷ്യക്കിറ്റ് നൽകിയിട്ടില്ല. 42 ലക്ഷത്തോളം പേർക്കാണ് ഒക്ടോബറിലെ കിറ്റ് കിട്ടിയത്. നീല വെള്ള കാർഡ് ഉടമകളിൽ ഭൂരിഭാഗം പേർക്കും വിതരണം ചെയ്യാനുള്ള കിറ്റ് ഇനിയും കടകളിൽ എത്തിയിട്ട് പോലുമില്ല എന്നാണ് പല റേഷൻ കടകളിൽ നിന്നും അതോടൊപ്പം തന്നെ APL വിഭാഗത്തിലെ ജനങ്ങളിൽ നിന്നും നമുക്ക് അറിയാൻ സാധിച്ചത്. ഇങ്ങനെയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നവംബർ മാസത്തിലെ കിറ്റ് വിതരണം ആരംഭിച്ചതായിട്ടുള്ള ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ അറിയിപ്പ് വന്നിരിക്കുന്നത്. വെളിച്ചെണ്ണയും കിറ്റ് നിറക്കുവാനുമുള്ള സഞ്ചിയും നിലവിൽ സ്റ്റോക്കില്ലാത്തതാണ് കിറ്റുകൾ കൃത്യമായി സമയത്ത് എത്തിക്കാൻ സാധിക്കാത്തത് എന്നാണ് സപ്ലൈകോ വിഭാഗം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒക്ടോബർ മാസത്തിലെ സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണം ആർക്കെങ്കിലും ലഭ്യമായിട്ടില്ല എങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് റേഷൻ കടകളിലെത്തി വാങ്ങാൻ സാധിക്കുമെന്ന് കൂടി സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം വ്യക്തമാകും. റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുന്ന സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണം ഇപ്പോൾ സുഗമമായ രീതിയിലല്ല നടക്കുന്നത്. പല ആളുകൾക്കും ഇത് ലഭ്യമാകുന്നില്ല. പല റേഷൻ കടകളിലും സമയത്ത് എത്തുന്നില്ല എന്നുള്ളത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ റേഷൻ കടയിലേക്ക് ഫോണിൽ ബന്ധപ്പെട്ട് സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആദ്യഘട്ടത്തിലൊക്കെ റേഷൻ കാർഡിന്റെ അവസാന നമ്പർ അടിസ്ഥാനത്തിൽ ഓരോ തീയതികൾ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ കിറ്റ് വിതരണം അവതാളത്തിലായതോടുകൂടി മുൻപ് പ്രഖ്യാപിച്ചതുപോലെ കൃത്യമായ സമയവും തീയതിയും സർക്കാരിന് പ്രഖ്യാപിക്കാൻ സാധിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കുള്ള ഭക്ഷ്യക്കിറ്റ് വിതരണം ഉണ്ട് എന്ന് ഫോണിലൂടെ റേഷൻ കടകളിൽ വിളിച്ച് ഉറപ്പുവരുത്തുന്നത് ഏറ്റവും ഉചിതമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം.